സാഹിത്യപരമായ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കുമായി ഡീപ് സാഹിത്യത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യങ്ങൾ: രാത്രിമഴ എന്ന കവിത രചിച്ചത് ആര്? ഉത്തരം സുഗതകുമാരി. 6 മലയാളിക്ക് 100 മലയാളം, ഒരു മലയാളിക്കും മലയാളമില്ല. ഈ വരികൾ ആരുടേത്? ഉത്തരം കുഞ്ഞുണ്ണി. മനുഷ്യന് ഒരു ആമുഖം എന്ന നോവൽ രചിച്ചത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രൻ. ചേര രാജാക്കന്മാരെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സംഘകാല കൃതി? ഉത്തരം പതിറ്റുപത്ത്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. ആരുടേതാണ് ഈ വരികൾ? ഉത്തരം വള്ളത്തോൾ. മയൂര സന്ദേശം രചിച്ചതാര്? ഉത്തരം കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. എസ്.കെ. പൊറ്റക്കാടിൻ്റെ കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന നോവൽ? ഉത്തരം വിഷകന്യക. കേരള സാഹിത്യ അക്കാദമിയുടെ സാഹിത്യ മാസിക? ഉത്തരം സാഹിത്യ ചക്രവാളം. ലോക പുസ്തക ദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 23. കേരളത്തിൻ്റെ ജനകീയ കവി എന്നറിയപ്പെടുന്നത്? ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. ജീവിതപാത, ഇത് ആരുടെ ആത്മകഥയാണ്? ഉത്തരം ചെറുകാട്. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത്? ഉത്തരം ചെറുശ്ശേരി. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. സഹ്യൻ്റെ മകൻ ആരാണ് എഴുതിയത്? ഉത്തരം വൈലോപ്പിള്ളി. A-B എന്ന കൃതിയുടെ കർത്താവ്? ഉത്തരം കോവിലൻ. അപ്പുണ്ണി എന്ന കഥാപാത്രം ഏത് നോവലിലേതാണ്? ഉത്തരം നാലുകെട്ട്. രാച്ചിയമ്മ എന്ന കഥ എഴുതിയത്? ഉത്തരം ഉറൂബ്. പൂതപ്പാട്ട് എഴുതിയതാരാണ്? ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായർ. പാതിരാസൂര്യൻ്റെ നാട്ടിൽ എന്ന യാത്രാ വിവരണം ആരുടേതാണ്? ഉത്തരം എസ്.കെ. പൊറ്റക്കാട്. വിശ്വദർശനം എന്ന കൃതിയുടെ കർത്താവ്? ഉത്തരം ജി. ശങ്കരക്കുറുപ്പ്. കണ്ണുനീർത്തുള്ളി എന്ന വിലാപകാവ്യം രചിച്ചത്? ഉത്തരം നാലപ്പാട്ട് നാരായണ മേനോൻ. പാവങ്ങൾ എന്ന കൃതി എഴുതിയതാര്? ഉത്തരം വിക്ടർ ഹ്യൂഗോ. ബന്ധനസ്ഥനായ അനിരുദ്ധൻ ആരുടെ കൃതിയാണ്? ഉത്തരം വള്ളത്തോൾ. അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? ഉത്തരം ഖസാക്കിൻ്റെ ഇതിഹാസം.